അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ LDFന്റെ താനൂരിലെ സ്ഥാനാർത്ഥി ഇതാ നമുക്കൊപ്പം ചേരുകയുണ്ട്. സമീർക്ക അങ്ങനെ താനൂരിൽ എത്തിയിരിക്കുകയാണ്. അവസാനം ഒരുപാട് ചർച്ചകൾ ഇങ്ങനെ നടന്നിരുന്നു, പക്ഷെ അവസാനം താങ്കളുടെ പേരിലേക്കാണ് എത്തിയത്. എന്ത് തോന്നുന്നു? ഇവിടെ പാർട്ടി അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങളും ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഏൽപ്പിച്ചായിട്ട് ബഹുമാനപ്പെട്ട കഴിഞ്ഞ നമ്മുടെ MLA അതുപോലെ മന്ത്രിയായിരുന്ന അബ്ദുറഹ്മാൻ ക നടത്തിയ എല്ലാ വികസനങ്ങളും അതിൻ്റെ തുടർച്ചയായിട്ട് മുന്നോട്ട് പോകാനാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. അത് ഞാൻ ചെയ്യും. എല്ലാവിധ പിന്തുണയും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണമെന്ന് അദ്ദേഹം വ്യാഖ്യാനിക്കും. ചേട്ടാ, അങ്ങനെ ഒരുപാട് ചർച്ചകൾക്ക് ശേഷമാണ് ഒരു പേരിലേക്ക് എത്തുന്നത്. ഏറ്റവും നല്ല പേരിലേക്ക് തന്നെ നമ്മൾ എത്തണല്ലോ. അവന് കുറച്ച് സാവകാശം എടുത്തിട്ടാണ് നമ്മൾ ചെയ്തത്. റഹ്മാങ്ക മാറുമ്പോൾ റഹ്മാങ്ക തിരൂരിൽ ആ മണ്ഡലം പിടിക്കാൻ വേണ്ടിയിട്ട് പാർട്ടി ചുമതലപ്പെടുത്തിയതാണ്. കാരണം മലപ്പുറം ജില്ലയിൽ നിർണായകമായ വിജയം നേടുക എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടാർഗറ്റാണ്. ആ ടാർഗറ്റ് അനുസരിച്ചാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചിട്ടുള്ളത്. അപ്പോൾ റഹ്മാങ്ക ഞങ്ങളെല്ലാവരും ആദ്യം താനൂരിൽ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനം വന്നതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടിയാലോചിച്ചപ്പോൾ റഹ്മാങ്ക ജന്മനാട്ടിൽ മത്സരിക്കണം, തിരൂർ മണ്ഡലവും നമുക്ക് പിടിച്ചെടുക്കണം, താനൂരിൽ നടത്തിയ പോലുള്ള വികസന പ്രവർത്തനങ്ങൾ തിരൂരിൽ നമുക്ക് നടത്തേണ്ടതുണ്ട്, തിരൂരിൽ നമുക്ക് പിടിച്ചെടുക്കേണ്ടതുണ്ട് എന്ന് വന്നപ്പോൾ നമ്മൾ പകരം ഒരു സ്ഥാനാർത്ഥി റഹ്മാങ്കാൻ്റെ വികസന പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടുപോകാൻ കഴിയുന്ന, ജനസ്വീകാര്യതയിൽ റഹ്മാങ്കയ്ക്കൊപ്പം നിൽക്കാൻ കഴിയുന്ന, എല്ലാതരം ജനവിഭാഗങ്ങൾക്കും സ്വീകരിക്കാൻ കഴിയുന്ന ഒരു പൊതു സ്വതന്ത്രനാവണം താനൂരിൽ മത്സരിക്കേണ്ടത് എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ആ മത്സരിക്കാൻ വേണ്ടി സമീർ ഖാനോട് നമ്മൾ മുഹമ്മദ് സമീർ എന്ന സ്ഥാനാർത്ഥി നമ്മുടെ ഏറ്റവും അടുത്ത പ്രവർത്തകനാണ്. നമ്മളെല്ലാ പ്രവർത്തനങ്ങളിലുള്ളതാണ്. എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും പാർട്ടിയുടെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സഹായിക്കുന്ന ആളാണ്. മത്സരിക്കണമെന്ന് സ്നേഹപൂർവ്വം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം അത് സന്തോഷപൂർവ്വം സ്വീകരിച്ചു. ഞങ്ങൾ അംഗത്തട്ടിലേക്ക് ഏറ്റവും വലിയ വിജയം താനൂരിൽ ഉണ്ടാക്കാൻ കഴിയുന്ന വിജയ തട്ടിലേക്കാണ് ഞങ്ങളിപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. എന്തായാലും കടുത്ത പോരാട്ടത്തിലേക്ക് കടക്കുകയാണ് അല്ലേ? അതെ, താനൂരിൽ ബ്രൈറ്റ് ലൈറ്റ് ഷമീർ എന്നാണ് അറിയപ്പെടുക. ബിസിനസ്, വ്യാവസായിക, സാംസ്കാരിക മേഖലയിലെ ബ്രൈറ്റ് ലൈറ്റായ ഷമീർ ഇനി താനൂരിൻ്റെ ലൈറ്റ് ഹൗസായി മാറും ഈ തെരഞ്ഞെടുപ്പോടുകൂടി. അത് തന്നെയാണ്. എന്തായാലും സ്ഥാനാർത്ഥിയായി കഴിഞ്ഞു, ഇനി പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുകയാണ്. ഇന്ന് തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ ആദ്യ പ്രചാരണം? ഓക്കെ, ഇന്ന് തന്നെ ആദ്യ പരിപാടികളൊക്കെ തന്നെ ഉണ്ടാവും. എന്തായാലും ആദ്യ പ്രതികരണം നമ്മളുമായിട്ട് അദ്ദേഹം നടത്തി കഴിഞ്ഞു. എന്തായാലും ആ ചർച്ചകൾക്കും കാത്തിരിപ്പിനുമൊടുവിൽ താനൂരിൽ LDF സ്ഥാനാർത്ഥി വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഷെഫീഖ് ഉർലായ്ക്കൊപ്പം വി സോണകൃഷ്ണ, റിപ്പോർട്ടർ തിരൂർ.